ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകളുകൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ഇപ്പൊ സംഭവം മനസ്സിലായോ എന്താണെന്ന്? അങ്ങനെ അവസാനം പേളിമാണി മാപ്പ് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബേഴ്സും മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആള് ഇപ്പൊ ഫോളോവേഴ്സ് കുറഞ്ഞുകൊണ്ടേ വരുന്നു. ആ ഒരു ഫോളോവേഴ്സ് കുറയുന്നത് കണ്ടപ്പോൾ പേളിമാണിക്ക് സഹിച്ചില്ല. എന്താണ് അടുത്ത ഉപായം? മനസ്സിൽ കത്തി. അപ്പൊ വിചാരിച്ചു എല്ലാവരോടും ഒരു മാപ്പ് പറഞ്ഞേക്കാന്ന്. അപ്പൊ ഇനി എന്റെ ഫോളോവേഴ്സ് എന്നെ തിരിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്നാലോ എന്ന് വിചാരിച്ച് കേൾക്കാം. നമുക്ക് കരഞ്ഞ് കാൽ പിടിച്ച് സോറി പറയുന്ന പേളിമണിയെ. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഇസ് വൈ ഐ ആം ഹിയർ. ഐ ഹോപ്പ് യു വിൽ ഫൊർഗിവ് മീ. കേട്ടോ, നിങ്ങളെ ആരും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ തട്ടി പറയുകയാണ് നിങ്ങളെ ആരും ഹേർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അങ്ങനല്ല പറയുന്നത്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എന്റെ ആവശ്യമാണെന്ന്. സംഗതി എല്ലാവർക്കും പിടികിട്ടിയോ? അതായത് എന്റെ ഫോളോവേഴ്സ് എല്ലാം കുറയുന്നു. അപ്പൊ ഈ എന്റെ ഫോളോവേഴ്സിനെ വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് മാപ്പ് പറഞ്ഞ് നിങ്ങളെ കാല് പിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രം പറയുന്നു. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ ഹ്യൂമൻ ആൻഡ് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന്. നിങ്ങൾ നല്ലൊരു മനുഷ്യനല്ല, അഹങ്കാരം കൊണ്ട് തലയ്ക്ക് പിടിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇത്രയും നാളും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതല്ലേ പറയുന്നത്, ഞാനൊരു നല്ല മനുഷ്യനല്ലായിരുന്നു, എന്റെ ഉള്ളിൽ കുറെ അധികം തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് അവര് തന്നെ പറയുന്നു. നമ്മളാരും അല്ല പറയുന്നത്, അവര് തന്നെ പറയുന്നുണ്ട് അവരെ കുറിച്ച്. I stand with the best interest of our nation, the best interest of our students and our state. എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇപ്പോഴും ഹേർട്ട് ഉണ്ടെങ്കിൽ ഐ എം സോറി. ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. എന്നെ അൺഫോളോ ചെയ്ത് പോയവരെല്ലാം വീണ്ടും ഫോളോ ചെയ്ത് തിരിച്ച് വരണേ. സോറി, ഞാൻ സോറി പറയുകയാണ്. എല്ലാവരും ഫോളോ ചെയ്ത് വരണേ. എന്റെ വീഡിയോസിന് എല്ലാത്തിനും ഇനി സപ്പോർട്ട് തരണേ. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിലെ മണികൾ കുറഞ്ഞു പോകും. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. മനസ്സിലായല്ലോ? നിങ്ങൾ ആരുമല്ല ഇത് നിർത്തിയിട്ട് പോകണം എന്നൊക്കെ പറയാൻ. നിങ്ങൾ ആരും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പോയത്? ഐ എം nobody to say that. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും. അത് ശരി. അപ്പോ റീൽസിലും അതിലും ഇതിലും എല്ലാം കുട്ടികൾ അടി കൊള്ളുന്നതും ചോരയിൽ കുളിച്ചു നിൽക്കുന്നതും ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്കങ്ങ് പേടിയായി പോയി. അപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടു, കുട്ടികളെ അടി കൊള്ളാതെ പോലീസിന്റെ അടിയും ലാത്തി ചാർജും ഒന്നും ഏൽക്കാതെ വീട്ടിൽ പോയിരിക്കൂ. ആവശ്യമില്ലാത്ത ഓരോ പണികൾക്ക് നിങ്ങൾ ഇറങ്ങി നടക്കുന്നു, വീട്ടിൽ പോയിരിക്കുന്നു കുട്ടികളെ എന്ന് പേടിച്ചിട്ടാ പറഞ്ഞെന്ന്. തോന്നിയോ നിങ്ങൾക്കൊക്കെ അന്ന് പേളിമാണി പേടിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? നിങ്ങൾ എല്ലാവരും അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ലായിരുന്നു, കുട്ടികളെല്ലാം സേഫ് ആയിരിക്കണം, അത് മാത്രമേ അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഇവര് കുട്ടികളെല്ലാം സേഫ് ആയിരിക്കണം, കുട്ടികളെല്ലാം ഇങ്ങനെ അടി കൊള്ളുന്നതും ചോരയും അതും ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഫോളോ ചെയ്താൻ വേണ്ടിയിട്ട്, അൺഫോളോ ചെയ്ത ആൾക്കാരെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. ഇത് പക്ക ഒരു നാടകം അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മാപ്പ് പറച്ചിൽ നാടകമാണ് ചെയ്യുന്നത് ഇപ്പം. കാരണം ദിവസങ്ങൾ കഴിയും തോറും ഫോളോവേഴ്സ് കുറഞ്ഞു വരുവാണ് സോഷ്യൽ മീഡിയയിലെല്ലാം. അതായത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എല്ലാത്തിലും. അപ്പൊ ഇനിയും മാപ്പ് പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ മില്യൺസിൽ നിന്നും ലക്ഷങ്ങളിലേക്ക് വരുമെന്ന് അവർക്ക് തന്നെ അറിയാം. അത്രത്തോളം വരുമാനവും അവർക്ക് കുറയുമെന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു നാടകമായിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കി കേൾക്കാം. പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പോട്ടെ, നിങ്ങൾ ഇപ്പോ പ്രൊട്ടസ്റ്റുമായ കുട്ടികളെ കുറിച്ച് പറഞ്ഞു, പോസ്റ്റ് ഇട്ടതിന് മാപ്പ് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പിന്നെ ആ ഒരു ആളെ കുറിച്ച് പറഞ്ഞായിരുന്നു ഒട്ടും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനും മാപ്പ് പറയുന്നുണ്ടോ? അങ്ങനെ വിളിക്കാൻ പാടില്ല, ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. വിളിക്കാൻ പാടില്ല, നമ്മൾ ആരുമല്ല, മറ്റൊരാള് ഫെയിലായി അല്ലെങ്കിൽ മറ്റൊരാള് ഫെയിൽഡ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആണ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ആരും അല്ല എന്ന് ഇപ്പോഴാ തോന്നുന്നത്. കഷ്ടം. അങ്ങനെയല്ല എന്റെ പേരൻസ് എന്നെ വളർത്തിയത്. പേരൻസ് വളർത്തിയതിന്റെ വളർത്തു ദോഷവും വളർത്തു ഗുണമാണോ ഈ കാണിക്കുന്നതെന്നൊക്കെ നമ്മളൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരൻസ് വളർത്തിയതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അല്ലേ? അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴാണോ ഇത് അറിഞ്ഞത്? നേരത്തെ ഇതൊക്കെ അറിയാമായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വരില്ലായിരുന്നല്ലോ. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഇവര് ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാപ്പ് പറച്ചിലുമായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞത്, ഇപ്പൊ പ്രശ്നം കഴിഞ്ഞിട്ട് 3-4 ദിവസമായല്ലോ. ഇത്രയും ദിവസവും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവര് ഈ ഒരു മാപ്പ് പറച്ചിൽ സ്റ്റോറി ആയിട്ട് വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയയിലെ, ഇവരുടെ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എല്ലാത്തിലും ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞ് ദിവസം പോകുന്തോറും കുറഞ്ഞു കൊണ്ടേ വരുന്നുണ്ട്. അത് കണ്ട ഇവർക്ക് ടെൻഷനായിട്ട് ഇനിയും ദിവസങ്ങൾ നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സിൽ നിന്ന് ഞാൻ ലാക്ക് ഓഫ് ഫോളോവേഴ്സിലേക്ക് മൂക്കുകുത്തി വീഴേണ്ടി വരും എന്നുള്ള ഒരു മനസ്സിലാക്കിയ പേളിമാണി ഇപ്പം മാപ്പ് പറയിൽ ഒരു നാടകവുമായിട്ട് വന്നിരിക്കുകയാണ്. അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പിറ്റേന്ന് തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് അവർ മാപ്പ് പറച്ചിൽ നടത്തിയാനെ. അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമല്ലേ ഇവർ വന്ന് ഇപ്പോ ഇത്രയും വലിയ ഒരു നല്ല മനസ്സിന് ഉടമയായിട്ടും പിന്നെ വിദ്യാർത്ഥികൾ അടികൊണ്ടപ്പോ ഞാൻ പേടിച്ചിട്ടാണോ അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ ഞാൻ സ്വയമായിട്ട് ഒരു നല്ല മനുഷ്യനല്ല, ഞാനൊരു മനുഷ്യനല്ലേ, എന്റെ അകത്തും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്വയമായിട്ട് ഞാനൊരു നല്ല മനുഷ്യനല്ല, എനിക്ക് തെറ്റു പറ്റിപ്പോയി, നിങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കണം, ഈ ഒരു വേർഡുകളൊക്കെ ഉണ്ടല്ലോ മനുഷ്യരെ പെട്ടെന്ന് അടുപ്പിക്കാൻ. അതായത് മനുഷ്യന്റെ മനസ്സിൽ അയ്യോ പാവം പേളിമാണി അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആയിരിക്കത്തില്ല ഇട്ടത്, അയ്യോ പാവം സ്വയമായിട്ട് പറയുന്നുണ്ട്, അവൾക്കുള്ള മനസ്സിൽ നല്ലതൊന്നും ഇല്ലായിരുന്നു, അവൾക്ക് വളരെ വിഷമം കൊണ്ട് തെറ്റുപറ്റി പോയതാണ് എന്നൊക്കെ അവൾ സ്വയമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ അവൾ ഉപയോഗിച്ചത്. അപ്പൊ എല്ലാവർക്കും പാവം തോന്നിയിട്ട് ഈ അൺഫോളോ ചെയ്ത ആൾക്കാരെല്ലാം ഫോളോ ചെയ്യും. വീണ്ടും പഴയത് കണക്ക് തന്നെ പേളിമാണിയെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രാമ ഇപ്പൊ കളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് അവർക്ക് സോറി പറയാൻ തോന്നിയില്ലല്ലോ. അല്ലെങ്കിൽ അവർ ഇപ്പൊ പറയുന്നുണ്ട് ഇത്രയും വലിയ പ്രശസ്തനായ ഡയറക്ടറായ വിജയ് തമ്പി സാറിനെ ഈ രീതിയിൽ ഫെയിലിയർ ആയ ഒരു സംവിധായകൻ എന്നൊക്കെ അന്ന് പോസ്റ്റ് ഇട്ടപ്പം ഇവർക്ക് തോന്നിയില്ലേ ഇത്രയും വലിയ ഒരാളാണ്, ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള പിക്ചറുകൾ എടുത്ത വലിയ ഒരു പ്രശസ്തനായ, ലോകം അറിയുന്നല്ലോ, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണെന്ന് ഇവരന്ന് ഓർത്തില്ലേ? ഇവരിപ്പോ പറയുന്നു വിജയ് തമ്പി സാർ ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഇത്രയും വലിയ ഒരാളാണെന്നൊക്കെ. ചുമ്മാ നാടകം. ഇനി അടുത്ത ഒരു അവസരം വരുമ്പോൾ ഇവർ ഇതേ കണക്ക് തന്നെ പോസ്റ്റ് ഇട്ട് ഇതേ കണക്ക് തന്നെ ഏറിപ്പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് താഴെ ഇറങ്ങും.